ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ശനി ഞായർ നമ്മൾ വേദവ്യാസയിൽ സ്പോർട്സ് ഇവൻ്റായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു. ആൾട്ടിറ്റ്യൂഡ് 76 79 76. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഉണ്ട്. എനിക്ക് ലിങ്കും കാര്യങ്ങളും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോ വെരിഫിക്കേഷൻ ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല. എനിവേ, ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് പ്രോഗ്രാമാണ്. ആഫ്റ്റർനൂൺ അതൊരു കോമഡിയാണ്. സത്യം പറഞ്ഞാൽ ഫ്രൈഡേ ആണ് ക്രിസ്മസ് ഇവൻ്റ് വെക്കേണ്ടി വന്നത്. ഞാനിപ്പോൾ എത്തി കട തുറന്നിട്ടുള്ളൂ. അച്ഛല്ല, അച്ഛനൊരു സമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് പോയതാണ്. ഇന്ന് വയ്ക്കാൻ കാരണം, ക്രിസ്മസ് പ്രോഗ്രാം ഇന്ന് വയ്ക്കാൻ കാരണം, എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. ഗസ്റ്റ് ഗസ്റ്റ് വിസിറ്റ് ആയിട്ട് വരുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്കും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അല്ല, ചൊവ്വാഴ്ച ഇന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് പരിപാടി കഴിഞ്ഞ് വെച്ചിട്ട് നാളെ പൂട്ടൊന്നുമില്ല, ക്ലോസ് ചെയ്യുന്നില്ല. ക്ലാസ് കണ്ടിന്യൂ ആയിരിക്കും. അതാണ് കോമഡി ഗൈസ്. ഇന്ന് ആഫ്റ്റർനൂൺ രാവിലെ മുതൽ ഉച്ച വരെ AD സബ്മിറ്റ് ആയിരിക്കും. അറിയാലോ, S4 ആയി, S3 കഴിഞ്ഞ് S4 ആയി. സെറ്റിൽമെൻറ്റ് സ്റ്റഡി ആണ്, ലിറ്ററേച്ചർ സ്റ്റഡി ആണ്. ഒന്നും ആയിട്ടില്ല ഗൈസ്. വൻ കോമഡിയാണ് ഇത്. എൻ്റെ ഒരു ടീം മെമ്പർ ലീവാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറേ തപ്പിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സോ ഞങ്ങൾ ഷീറ്റേ ചെയ്തിട്ടില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് ചെല്ലണത്. തെറിയേക്കും ഗൈസ്, ഷുവർ. എനിവേ, നമുക്കൊരു ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അതൊരു ചടങ്ങാണല്ലോ. ബട്ട് ഇപ്രാവശ്യം കോമഡിയാണ്. നമുക്ക് ആളറിയാതെയാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങേണ്ടത്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു കൺക്ലൂഷനിലെത്തിയ എന്തെങ്കിലും ഒരു നോട്ട്ബുക്കോ, അതാകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ. ഇത് സാറുമാർ വേറെ ഉണ്ടാവും, അതാണ് കോമഡി. പറഞ്ഞാൽ ഇപ്പോൾ സീനിയേഴ്സാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ചെല്ലുന്നു, എന്താ ബൗളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മൾ ആ ലോട്ട് എടുക്കുന്നു. ആർക്കാണോ പേര്, ഇപ്പോൾ പ്രിൻസിപ്പാളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ പേര് വിളിച്ച് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് സാറിന് കൊടുത്തിട്ട് സാറ് അടുത്തത് ലോട്ട് എടുക്കുക. എന്നിട്ട് ആ സാറിന് കിട്ടുന്നത് ആരാണോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പോൾ ഇതിൽ ഒരാൾ ലീവായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലീവ് ആവുന്ന ആൾക്കാർ മുൻകൂട്ടി ഇൻഫോം ചെയ്യാൻ നല്ല ഗ്രൂപ്പിൽ വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. സോ നമുക്ക് സംസാരിച്ച് സമയം കളയാൻ വയ്യ. ഷോപ്പിലാകണോണ്ട് വലിയ സീനില്ല. നമുക്ക് ഈ ഒരു ബുക്ക് എടുത്താലോ ഒരു ചിന്ത ഉണ്ട്. ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സാർമാർക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ സ്റ്റുഡൻറ്റിന് കാണിച്ചാലും സീനിയേഴ്സിന് കാണിച്ചാലും ഒക്കെ ഒരു സെറ്റ് സാധനതാണ്. സോ നമുക്കിത് പാക്ക് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. ഗൈസ്, ആളെ കാണുമ്പോൾ പാലാജിനെ പോലെ അല്ലേ? സത്യമായിട്ട് ചോദിക്കുക അല്ലേ? പാലാജിനെ പോലെ അല്ലേ? പക്ഷെ ആള് പാലാജി അല്ല. പാലാജി അല്ല. സോ നമുക്കിതൊന്ന് പാക്ക് ചെയ്യണമെന്നാണല്ലോ അതിൻ്റെ ഒരു വൃത്തി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ സാധനം പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, കുറച്ച് സ്റ്റാൻഡേർഡുള്ള സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. പിന്നെ നല്ലൊരു ഗിഫ്റ്റാണ്. ആർക്കാ കിട്ടാൻ പോണാവോ, എനിക്കാരാണ് തരാൻ പോണത്, അതൊക്കെ കോളേജിലെത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഉച്ചവരെ ഉള്ള പരിപാടി പറഞ്ഞാൽ അന്ന് AD ചീത്ത കേക്കൽ, നോ ഷീറ്റ് കംപ്ലീറ്റ്. സോ ചീത്ത കഴിച്ച ചാവാം. അപ്പോൾ ഒന്നുമില്ല, കോളേജിലെത്തിയിട്ട് കാണാം. ഓക്കെ, എന്താ അവസ്ഥ അറിയാം, ചെറിയ പേടിയുണ്ട്. കാരണം ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ ഉഴപ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ആവുന്നില്ല കേട്ടോ, നമ്മൾ ചെയ്യണതിനനുസരിച്ച്. അപ്പോൾ എന്തായാലും കോളേജിലെത്തിയിട്ട് കാണാം. കോളേജിലെത്തി നോക്കിയപ്പോൾ ഇന്ന് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ഇവൻ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ക്ലാസ്സിലാരും വന്നിരുന്നില്ല. ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീനിയേഴ്സും കാര്യങ്ങളും. കേക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്ത് പോയി കൊണ്ടുവന്നതാണ്. എനിവേ, സീനിയേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പരിപാടി
എന്താ പറയുക, ഇമ്പ്രഷൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പ ഇവിടെ എത്തിൻ്റെ ജൂനിയേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ആളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ഫ്രണ്ട്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ സീനിയറായിട്ടുള്ള അനന്യ ചേച്ചിക്കാണ്. എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മുടെ കേക്ക് കട്ടിങ്, പിന്നെ ഒരു ഡാൻസും കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പിരിയും. ഗൈസ്, അടിപൊളി പരിപാടിയായിരുന്നു. ക്ഷീണിച്ച് ചത്തു ഒരു പരിവായിട്ടുണ്ട്. ഞാൻ അടിപൊളി ദിവസമായിരുന്നു. എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നറിയില്ല. കുറേ ഇവൻ്റെ കേക്ക് കൊണ്ടുവരുന്നത്, പിന്നെ ഞാനാണ് ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാങ്ക് ആക്കിയത്. അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും മാക്സിമം ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്രിസ്മസ് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.